ലക്ഷ്മിയുടെ ഭർത്താവായ അനന്തപത്മനാഭന്റെ പുതിയ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. ഇത്തവണ കുറച്ച് ദേഷ്യത്തിലായിരുന്നു പുള്ളിക്കാരൻ ഉണ്ടായിരുന്നത്. ബിഗ് ബോസിനെതിരെയും ഒണിയലിന്റെ മമ്മിക്കെതിരെയുമാണ് ഇത്തവണ സംസാരിച്ചിട്ടുള്ളത്. കൂടെ തന്നെക്കുറിച്ചും തന്റെ ജീവിതത്തെക്കുറിച്ചും ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയ ചില വ്ളോഗേഴ്സിനെയും ഓൺലൈൻ മീഡിയാസിനെയും പ്രത്യേകം ട്രോൾ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരന്റെ സംസാരം കേട്ടാൽ നമുക്ക് മനസ്സിലാകും പുള്ളിക്കാരൻ ആരെക്കുറിച്ചാണ് പറയുന്നതെന്നുള്ളത്. ഇത്തവണ ബിഗ് ബോസിനെതിരെ വളരെ റൂഡായിട്ട് തന്നെയായിരുന്നു പുള്ളിക്കാരൻ സംസാരിച്ചു കൊണ്ടിരുന്നത്. ബിബി ഹൗസിലേക്ക് മകൻ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ലക്ഷ്മിയെ നമ്മൾ എല്ലാവരും കണ്ടു കഴിഞ്ഞ കാര്യമാണ്. പാവം മകൻകായി ഇഷ്ടപ്പെട്ട ഭക്ഷണമെല്ലാം ഒരുക്കി വെച്ച ആ അമ്മയുടെ കാത്തിരിപ്പിനെയാണ് ബിഗ് ബോസ് തടഞ്ഞിരിക്കുന്നത്. ബിഗ് ബോസിന്റെ സെറ്റിലേക്ക് കയറുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഡ്രസ്സിങ്ങും ചെയ്തു നിൽക്കുന്ന മോനെയാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. എന്നാൽ അവസാന നിമിഷം എത്തിയപ്പോൾ ലക്ഷ്മിയും ലക്ഷ്മിയുടെ ഹസ്ബൻഡും തമ്മിൽ പിരിഞ്ഞിരിക്കുകയാണ്. ലക്ഷ്മിയുടെ ഹസ്ബൻഡിന്റെ കൺസേൺ ഇല്ലാതെയാണ് മകൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ ഒരു ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നെല്ലാമുള്ള റൂമേഴ്സ് കാരണം അവർ മകനെ ബിബി ഹൗസിലേക്ക് കയറുന്നത് തടയുകയായിരുന്നു. എന്നാൽ പുള്ളിക്കാരൻ തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചതിന് ശേഷം മകനെ ചെറുതായി ഒന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന്. ലക്ഷ്മിയുടെയും മറ്റുള്ള ഹൗസ്മേറ്റ്സിന്റെയും ഫാമിലി വരുന്ന ദിവസം ലക്ഷ്മിയെ ഒരുപാട് നേരം ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു പക്ഷേ മകനെ കാണിക്കുവാൻ വേണ്ടി തന്നെയായിരിക്കും. മറ്റുള്ള ഹൗസ്മേറ്റ്സ് അത് പറയുകയുമുണ്ടായി. ലക്ഷ്മിയെ കുറേ നേരമായല്ലോ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചത്, എന്തായിരിക്കും സംഭവം എന്നായിരുന്നു അവർ ചോദിച്ചത്. എന്നാൽ ആ സമയമൊന്നും ലക്ഷ്മി മകനെ കണ്ട കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ലക്ഷ്മിയുടെ ഹസ്ബൻഡിന്റെ ലൈവിൽ അദ്ദേഹം പറയുകയുണ്ടായി മകനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് ഒന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. എന്താണ് എൻ്റെ മകൻ ആ സെറ്റിലോട്ട് കയറിയാലുള്ള കുഴപ്പം? എനിക്ക് പോലും കുഴപ്പമില്ലാത്ത ഒരു കാര്യമായിരുന്നു. ഇതുപോലെ ഒരു സംഭവം നടന്നപ്പോൾ ഞാൻ ബിബിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് മെസ്സേജ് ചെയ്യുകയും മെയിൽ ചെയ്യുകയും അതുപോലെ കോൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അറിവോടെയും എൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് എൻ്റെ മകൻ അവിടെയുള്ളത്. അവനെ ആ സെറ്റിലേക്ക് കടത്തിവിടുന്നതിൽ എനിക്ക് 100% സന്തോഷം മാത്രമേ ഉള്ളൂ. എന്നാൽ ബിഗ് ബോസിന്റെ അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ചില ഡേർട്ടി ഗെയിംസ് കാരണം എൻ്റെ മകനെ അവർ കയറ്റിയില്ല എന്നാണ് ഹസ്ബൻഡ് പറയുന്നത്. ഇതിനിടയിലായിരുന്നു ഒണിയലിന്റെ മമ്മിയെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായത്. ഒണിയലിന്റെ മമ്മി എന്ത് അടിസ്ഥാനത്തിലാണ് ഇതുപോലെ ഒരു സംഭവം പറഞ്ഞുണ്ടാക്കിയത്? ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് ആൻറ്റി പബ്ലിക്കായി വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ഞാനും എൻ്റെ ഭാര്യയും ഒഫീഷ്യലായി പിരിയുവാനുള്ള യാതൊരുവിധ സ്റ്റേറ്റ്മെൻറ്റുകളോ കാര്യങ്ങളോ നമ്മൾ പ്രൊസീഡ് പോലും ചെയ്തിട്ടില്ല. പിന്നെ ആരാണ് ഇതുപോലെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തത്? ആരോ പറഞ്ഞത് കേട്ടിട്ടാണ് ആൻറ്റി അതുപോലെയെല്ലാം പബ്ലിക്കിന്റെ മുന്നിൽ പറഞ്ഞത്. ബിബി ഹൗസിൽ ലക്ഷ്മി ഒണിയലിനോട് കാണിച്ചത് തെറ്റാണെങ്കിൽ ആൻറ്റി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നോട് കാണിച്ചൊരു തെറ്റാണ്. അതുകൊണ്ട് തന്നെ ആൻറ്റി പബ്ലിക്കായി തന്നെ മാപ്പ് പറയണമെന്നാണ് ലക്ഷ്മിയുടെ ഹസ്ബൻഡ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ കൊച്ചുമോൻകായി കാത്തിരുന്ന ഒരു അമ്മയുണ്ടായിരുന്നു അവിടെ. ആ അമ്മയ്ക്ക് മകനെ കാണുവാനുള്ള ഒരു അവസരം തന്നെയാണ് ബിഗ് ബോസ് നിഷേധിച്ചിരിക്കുന്നത്. ബിബി ഹൗസിലെ മറ്റു ഹൗസ്മേറ്റ്സ് എല്ലാവരും മകൻ വരുന്നതും കാത്തിരുന്ന് അവൻകായുള്ള സ്നാക്സും അതുപോലെ ഭക്ഷണവുമെല്ലാം കരുതി വെച്ചതെല്ലാം ബിഗ് ബോസ് കണ്ടുകഴിഞ്ഞ കാര്യം തന്നെയായിരിക്കും. അങ്ങനെ മകനെ കയറ്റാൻ പറ്റില്ല എന്ന് എന്തെങ്കിലും ഒരു ക്ലൂസ് മുന്നേ തന്നെ അവിടെയുള്ള ഹൗസ്മേറ്റ്സിനും ലക്ഷ്മിക്കും കൊടുക്കാമായിരുന്നു. ശരിക്കും അന്നത്തെ ദിവസം ലക്ഷ്മിയുടെ മുഖത്ത് ആ സങ്കടം ഉടനീളം തന്നെയുണ്ടായിരുന്നു. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.